ഹേ എവറിബഡി, വെൽക്കം ടു ടോക്കിംഗ് കാസ്. നമ്മൾ ഇങ്ങനെ റാൻഡമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ വണ്ടികളുടെ റീസെയിൽ വാല്യൂവിനെയൊക്കെ പറ്റി പറയുമായിരുന്നു. സോ യു മെറ്റ് സംബഡി ഹു വാസ് സെല്ലിങ് ഇൻ ഇന്നോവ. അപ്പോൾ ഇന്നോവയും റീസെയിലും പ്രത്യേകിച്ച് അത് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് നെയിം റീസെയിൽ, അതെ, ആക്ച്വലി ഫസ്റ്റ് നെയിം തന്നെ വേണമെങ്കിൽ പറയാം. പോട്ടെ, എനി ടൊയോട്ട, ആക്ച്വലി എനി ഡീസൽ ടൊയോട്ട. ഇപ്പം നമ്മുടെ ക്വാളിസ് നോക്കിയാലും നല്ല ക്വാളിസ് RS ആണെങ്കിലും ഭയങ്കര വിലയാണ്. അതേപോലെ ഇന്നോവ ജെൻ 1, ഇന്നോവ സസ്റ്റിൽ ടൈപ്പ് 3, ടൈപ്പ് 4 എന്തെടുത്താലും വിലയുണ്ട്. ക്രിസ്റ്റയ്ക്കും അത്യാവശ്യം വിലയുണ്ട്. പിന്നെ കമ്പനി ഇങ്ങനെ യൂസ്ഡ് മാർക്കറ്റിന് ഇടക്കിടക്ക് സഹായിക്കുന്നുണ്ട്, വില കൂട്ടി. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് എ സോളിഡ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വണ്ടികളുടെ കാര്യം സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ വി ആർ ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഡിപ്രീസിയേഷൻ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു, ഓക്കെ, നമ്മൾ 1-2 വണ്ടികൾ കണ്ടു, വിച്ച് വി വിൽ നെയിം നൗ. നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു, ഓക്കെ, ഈ വണ്ടിയൊക്കെ വെറുതെ ഒന്നും ഉണ്ടാവില്ല, ദിസ് മസ്റ്റ് ബി അവൈലബിൾ ഫോർ ഓൾമോസ്റ്റ് നത്തിങ് എന്ന് വിചാരിച്ച് നമ്മൾ OLX കയറി നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരു ലോജിക്കും നമുക്ക് നോക്കിയിട്ട് കാണാനില്ല വൈ ദാറ്റ് കാർ ഷുഡ് ബി ദാറ്റ് എക്സ്പെൻസീവ്. വണ്ടിയുടെ കുറ്റമല്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു സീരീസിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇറ്റ് ബീങ് എ ഗുഡ് കാർ ഓർ എ ബാഡ് കാർ. പല രീതിയിൽ ഇപ്പം മാർക്കറ്റിംഗ് ഫ്ലോപ്പ് ആയിട്ടുള്ള നല്ല വണ്ടികളുണ്ട്, കമ്പനി പൂട്ടിപ്പോയ നല്ല കേപ്പബിൾ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ യൂഷ്വലി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കാറിന്റെ ഡ്രൈവ് ക്വാളിറ്റി മാത്രമല്ല റീസെയിൽ വാല്യൂ ഡിസൈഡ് ചെയ്യുന്ന, സ്പെയർ അവൈലബിലിറ്റി, സർവീസ് ക്വാളിറ്റീസ്, പാർട്സ്, ഒരുപാട് കാര്യങ്ങൾ, ജനറൽ ഡിമാൻഡ്. അതെ, ആൻഡ് ഒരു സോഷ്യൽ സ്റ്റേറ്റസും കൂടെ. കാര്യം കാർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇന്ത്യയിൽ ഒരു അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ നിർത്തിപ്പോയി ഔട്ട്ഡേറ്റഡ് ആയി പൊട്ടി തകർന്നു ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പോൾ മൈൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു തോട്ടും പലവർക്കും ഉണ്ട്. നോട്ട് എവറിബഡി ഹാസ് ദാറ്റ്, ബട്ട് സ്റ്റിൽ. അതും ഈ പറഞ്ഞ പോലെ കാർസ് സെല് ചെയ്യാൻ വേണ്ടി യൂസ്ഡ് കാർ ഡീലർമാർ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതെ, യാ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ കുറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതേപോലെ നമ്മുടെ കുറച്ച് വണ്ടികളും ഒക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. വെരി അൺയൂഷ്വൽ കാർസ്, നമ്മൾ വിചാരിക്കാത്ത പ്രൈസ്, വിചാരിക്കാത്ത മാർക്കറ്റ്, അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ള, വിചാരിക്കാത്ത നമ്പേഴ്സും ഉള്ള കുറച്ച് വണ്ടികളെ പറ്റി നമുക്ക് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. എവിടെ തുടങ്ങണം? ഓക്കെ, നമുക്കന്നൊരു വെറൈറ്റി തന്നെ പിടിച്ചു തുടങ്ങിയാലോ. റെനോ കോളിയോസ്. ഓക്കെ, ബോസ് സ്പീക്കർ കേട്ട് വന്ന അത് കാറിന്റെ പേര് ഓർമ്മയില്ലെങ്കിൽ എല്ലാവർക്കും ആ ബോസിന്റെ ബാഡ്ജ് ഓർമ്മയുണ്ട്. സോ റെനോ കോളിയോസ്, റെനോന്റെ കുറച്ചു കാലം വിറ്റിരുന്ന ഒരു വണ്ടിയാണ്. വെരി റിലേറ്റഡ് ടു ദ നിസാൻ എക്സ്ട്രെയിൽ. വെരി ഓഡ് ബോൾ സ്റ്റൈലിംഗ് അല്ലേ? എനിക്കത് കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് വൈ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ യൂസ്ഡ് മേടിക്കുമ്പോ അതാണ് ഏറ്റവും വലിയ കോമഡി. യൂസ്ഡ് നോക്കുമ്പോ ഉണ്ടല്ലോ, നല്ല കോളിയോസ്, നല്ല ഹാഫ് ഡീസന്റ് കോളിയോസ് 5-6 ലക്ഷം രൂപ, 7 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. പീപ്പിൾ ആർ ആസ്കിങ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കണ കോളിയോസ് എന്ന് പറഞ്ഞ ഒരു 1-1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്നുള്ളതാണ്. അന്ന് വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല. അല്ല, പാർട്സ് കിട്ടാനും ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് അത്ര വലിയൊരു, എനിക്കത് എന്താ റീസൺ അത് മേടിക്കാണെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, നല്ല വണ്ടിയായിരിക്കും, ചിലപ്പോൾ ഓടിക്കാൻ നല്ലതായിരിക്കാം. പക്ഷെ ഈ ഒരു ഡേ ആൻഡ് ഏജില് അങ്ങനത്തെ ഒരു വണ്ടി പറഞ്ഞ പോലെ ഒരു പാർട്സ് അവൈലബിലിറ്റി ഇല്ല. ഐ ഡോണ്ട് നോ, ഇത്രയും വലിയ ഡിമാൻഡും ഉണ്ടോ യൂസ് മാർക്കറ്റ്? എല്ലാവരെയും കോളിയോസ് ചോദിച്ചു വരാറുണ്ടോ? ക്വാലിസ് എന്നുള്ള പോലെയാണ് വില. ഐ ഹാവ് നെവർ സീൻ സം. പിന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു സർക്കിളിൽ ആരും ഇതുവരെ ഒരു കോളിയോസ് യൂസ്ഡ് മേടിച്ചായിട്ടുള്ള ആരും എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ആൻഡ് അത്യാവശ്യം ട്രോഫികളൊക്കെ മേടിക്കുന്ന ആൾക്കാർ നമുക്ക് പരിചയമുണ്ട്. ഓക്കെ, കോളിയോസ് അവിടെ നിൽക്കട്ടെ. റെനോയുടെ തന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ഫ്ലുവൻസ്. യെസ്, അതും ഒരു റിയലി സർപ്രൈസിങ് കാറാണ്. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ചീപ്പ് ഡീസൽ കാർ എന്നുള്ള മട്ടില് വെറുതെ കയറി നോക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ബീറ്റർ, അതെ, ഹൈവേ കാർ നമ്മൾ എവിടെയും പോകാനായിട്ട് എന്നുള്ള രീതിയിൽ വെറുതെ പ്ലാൻ ചെയ്യണത്. അതെ, അപ്പൊ ഞാൻ എന്ത് വില ഉണ്ടാവും വിചാരിച്ച് ഒരു 3-4 ലക്ഷം രൂപ. എഗെയിൻ ഞാൻ വിചാരിച്ചു 1-1.5 ലക്ഷം രൂപയുടെ വണ്ടി ആയിരിക്കും ഇത്, നിർത്തിപ്പോയതല്ലേ, ആർക്ക് വേണം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ വെൽ നോ. ഫ്ലുവൻസ് ഓടിച്ചിട്ടുണ്ടോ? ഫ്ലുവൻസിൽ ഞാൻ ആക്ച്വലി ഇനീഷ്യലി ഇറങ്ങിയപ്പോ ഞാൻ ഷോറൂമിൽ പോയി നോക്കിയായിരുന്നു വണ്ടി. അപ്പൊ അന്ന് ഇറങ്ങിയ ടൈമില് പെട്രോളും ഡീസലും ഒരേ വിലയിൽ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? കാരണം പെട്രോൾ ടോപ്പ് എൻഡും ഡീസൽ ബേസ്. അതെ, അപ്പൊ പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ മാനുവലും അങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ബേസ് സ്പെക്കും ഇതൊക്കെ, പെട്രോളിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് പോലത്തെ കീ ഒക്കെ ആയിരുന്നല്ലോ, അത് ഇൻസെർട്ട്. അത് വേറെ കാര്യം.
then your car is immobilized. You are secure. അപ്പോൾ എന്തായാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്. ഡീസലിനൊന്നും ഉണ്ടായിരുന്നില്ല. ആസ് എക്സ്പെക്ടഡ് വണ്ടി ഫ്ലോപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഒരു ഫേസ് ലിഫ്റ്റ് വന്നു, വിച്ച് നോബഡി റിയലി കെയർഡ് അബൌട്ട്. പക്ഷേ ഫേസ് ലിഫ്റ്റോടുകൂടി വണ്ടി ഭംഗിയായി. പക്ഷേ യൂറോപ്യൻനെസ് വന്നു, ഒരു മെഗാൻ ആ ഒരു ലുക്കൊക്കെ അവിടെ നിന്ന് ചായ വന്നു. ഇന്റഗ്രേറ്റഡ് ലോസഞ്ച് ഒക്കെ വന്നപ്പോഴേ ഒരു ഭംഗി ഉണ്ടായി, രസമുണ്ടായിരുന്നു. പക്ഷെ അതാരും കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങിയതായിട്ട് തന്നെ ആർക്കും അറിയില്ല. അപ്പൊ ഞാനാണെങ്കിൽ കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ചെന്നൈയിലുണ്ടായിരുന്നപ്പോ യൂസ് ടു ഡു ചെന്നൈ ബാംഗ്ലൂർ. ഞാൻ അവിടെ ഒരു ദിവസം വെറുതെ ഒരു റൈഡ് ഷെയറിംഗ് ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഐ ഹിറ്റ്ഡ് എ റൈഡ് ഫ്രം ചെന്നൈ ടു ബാംഗ്ലൂർ കുറച്ചു കാലം മുമ്പേ. പുള്ളി എല്ലാ ആഴ്ചയും ചെന്നൈ ബാംഗ്ലൂർ അടിക്കുന്നതാണ്. ആൻഡ് ഹിസ് കാർ വാസ് എ റെനോ ഫ്ലുവൻസ്. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് എടുത്ത് ഏതാ വണ്ടിന്ന് കാണിക്കും, ബ്ലാ കാറോ സംതിങ്. അപ്പൊ വണ്ടി കാണിക്കുമ്പോൾ ഫ്ലുവൻസ് കൊള്ളാലോ എന്ന് പറഞ്ഞ ഫ്ലുവൻസ് സെലക്ട് ചെയ്ത് ഞാൻ ഇയാളുടെ കയറിപ്പോയി. അപ്പൊ ഞാൻ ചിലപ്പോ ഒരു കുറച്ച് പ്രായമുള്ള ഒരു ജെന്റിൽമാൻ, മിന്റ് ഫ്ലുവൻസ്, ഏർലി ഫ്ലുവൻസ് ബട്ട് മിന്റ് കാർ. അപ്പൊ ഞാൻ ഈ വണ്ടി നോക്കുമ്പോ ഒരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും വെച്ച്, 1,70,000 കിലോമീറ്റർ. കാർ വാസ് ബ്രില്യന്റ്, നല്ല റൈഡ്, സാധനമൊക്കെ കൊള്ളാം. അപ്പൊ ഞാൻ പുള്ളി എടുത്ത് വെച്ചത് എന്തെങ്കിലും വെച്ചോണ്ടിരിക്കും. പുള്ളി പറഞ്ഞു ഇല്ല, എനിക്കിത് റീപ്ലേസ് ചെയ്യാൻ വേറെ വണ്ടിയില്ല, ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഈ ഫ്രഞ്ച് കാർസിന്റെ റൈഡ് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഈവൻ നമ്മുടെ ഡസ്റ്ററും ഫീലിംഗ് ഉണ്ട്. ഈവൻ ബേസിക് സസ്പെൻഷൻ കൊടുത്താൽ തന്നെ ഇപ്പൊ ലോഗൻ, അതിന് തന്നെ നല്ല റൈഡാണ്. ട്രൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ റിഡീമിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊരു യൂസ്ഡ് മേടിക്കാൻ വരുന്ന ആള് ഇതൊക്കെ ഇപ്പൊ നോക്കിയിട്ടാണോ മേടിക്കണേ, അതോ വിൽ ജസ്റ്റ് ബൈ ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ചീപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ കാറിന്റെ പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ അതിന്റെ റെസ്റ്റ് ഓഫ് ദ തിങ്സ്, ദ കമ്പനി, ദ ബ്രാൻഡ്, ദ സർവീസ്, പാർട്സ് അവൈലബിലിറ്റി, ഇതെല്ലാം വെച്ചിട്ടും ഈ മറ്റേ പുതിയ ഫേസ് ലിഫ്റ്റ് ഫ്ലുവൻസിന് 6-7 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർ അതായത് അതിന്റെ ഓൾട്ടർനേറ്റീവ് എന്താ, ഒക്ടാവിയ, ലോറ അല്ലേ അന്നത്തെ കാലത്ത്. കൊറോള ഓൾട്ടീസ് ഡീസൽ, അതിനും നല്ല വിലയുണ്ട്. ഞാൻ വേറൊരു വണ്ടി പറയാം, ഔട്ട്ലാൻഡർ. യെസ്, 2 ഔട്ട്ലാൻഡറും ഇവോ ലാൻഡറും. അതെ, ഇവോ ഫേസ് ഉള്ള ഔട്ട്ലാൻഡർ. അതെ, രണ്ടിനും വിലയുണ്ട്, which is very surprising. കാരണം നമ്മളത് ഫ്ലോപ്പ് ആണെന്ന് വിചാരിച്ചിരുന്നു. അതെ, അന്നത്തെ കാലത്ത് തന്നെ സിയാവി വാസ് സെല്ലിംഗ് ലൈക്ക് ഒരു ഇതിനെ ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് there are lots of സിയാവീസ് നല്ല പ്രൈസിനും പല ഇതിലും നല്ല കണ്ടീഷനും എല്ലാം കിട്ടാനുണ്ട്. ആൻഡ് സ്റ്റിൽ ഔട്ട്ലാൻഡേഴ്സിന് ഒരു വിലയുണ്ട്. അതെ, ഔട്ട്ലാൻഡർ ആ ഒരു 3 രൂപ താഴെ പോയിട്ടില്ല. ബേസ്മെന്റ് പ്രൈസ് ആണ്. അതെ, ഒരു ആക്ച്വലി എല്ലാവരും ഒരു 5-6 റേഞ്ചിൽ ചോദിച്ചോണ്ടിരിപ്പുണ്ട്. ഇത് കാര്യം മേടിക്കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിന് എന്തോ അസോസിയേഷൻ ഉണ്ടെന്ന്. എല്ലാരും കൂടി വില തീരുമാനിക്കും. 5-6 പേരുണ്ടാവുള്ളൂ ചിലപ്പോൾ ഔട്ട്ലാൻഡറോട്. അപ്പൊ അവര് വിചാരിക്കും നമ്മളായിട്ട് നമ്മുടെ വണ്ടിയുടെ വില കുറയ്ക്കരുത്, നമുക്ക് ഈ വിലക്ക് വിൽക്കാം എന്നുള്ളത്. അത് റെഗുലർ നല്ലോണം വിറ്റ വണ്ടികൾക്ക് ഉണ്ടാവില്ല, അങ്ങനെ പറ്റൂല. കാരണം എനിക്ക് അയാളെ എല്ലാരെയും പോയി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഇതാ ഒരു 10 പേരെ ഉണ്ടാവുള്ളൂ. നമ്മൾ തീരുമാനിച്ചാൽ നമ്മളാണ് ഔട്ട്ലാൻഡർ മാഫിയ, നമ്മൾ ഇനി വിൽക്കുന്നില്ല ഈ പ്രൈസിന്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കാര്യം ഓക്കെ, മറ്റേ ഇവോ ഫേസ് ഉള്ളത് പിന്നെയും കുറച്ച് മോഡേൺ ആണ്. അപ്പൊ പഴയ ഔട്ട്ലാൻഡറിനൊക്കെ എന്താണോ ഇത്ര വില? CVT 2.4 കംപ്ലൈന്റ്സും വരാനുള്ള സാധ്യതയുണ്ട്. മിറ്റ്സുബിഷിക്ക് അന്നും സപ്പോർട്ടില്ല, ഇന്ന് പിന്നെ ആലോചിക്കേ വേണ്ട. പക്ഷെ the thing is the car was very well loaded. നമ്മളിപ്പോ കോളിയോസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് റോക്ക്ഫോർട്ട് ഫോഴ്സ് ഗേറ്റിന്റെ ഓഡിയോ സിസ്റ്റം ഉണ്ടായിരുന്നു. ബാക്കിലെ സബും സാധനങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ആ കാലത്ത് അത് വലിയ സംഭവമാണ്, CVT വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ്, മൈവക്ക് എഞ്ചിൻ. അപ്പൊ സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ റോക്ക്ഫോർട്ട് ഫോഴ്സ് ഗേറ്റ് സിസ്റ്റം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇറ്റ് ഡസന്റ് പ്ലേ USB or CarPlay or anything like that, so that's pretty much done. CVT-യിൽ പാഡൽ ഷിഫ്റ്റ് അപ്പോ മേ ബി ഇറ്റ്സ് ഗ്രേറ്റ് ടു ഡ്രൈവ്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഓക്കെ ടു ഡ്രൈവ്. ഞാൻ അന്നത്തെ കാലത്ത് അത് ഓടിച്ചപ്പോ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഒരു പ്ലാന്റഡ് വണ്ടിയുടെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ അന്നത്തെ CR-Vയും ദാറ്റ് വാസ് ഓൾസോ ഗുഡ് ടു ഡ്രൈവ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോണ്ടയ്ക്ക് ആണെങ്കിൽ എല്ലായിടത്തും പോയി പാർട്സ് കിട്ടും, അത്യാവശ്യം വിറ്റിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഒന്നും അല്ലാത്ത ചില ഷോപ്സിലൊക്കെ വണ്ടിയുടെ സ്പെയർസ് കീപ്പ് ചെയ്യണവരൊക്കെ പാർട്സ് പിന്നെ അവർക്ക് ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നും ഇല്ലാണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഔട്ട്ലാൻഡറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ പുള്ളില് 2-3 ഔട്ട്ലാൻഡർ ഉണ്ടായിരുന്നു. ടുഗദർ ഹി ഹാഡ് 3 ഓഫ് ദം. ആദ്യം ഒരു മറ്റേ ഔട്ട്ലാൻഡർ വാങ്ങിച്ച്, പിന്നെ മറ്റേ ഇവോ ലാൻഡർ വാങ്ങിച്ച്. അതെ, പിന്നെ ഇത് രണ്ടും എടുത്ത് പുള്ളി നേപ്പാൾ വരെ പോയി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചെന്നാണ് എന്റെ വിശ്വാസം.
അത് ശരി. അപ്പോൾ അത് എന്താ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ ലോജിക്ക്. പിന്നെ പുള്ളിയെടുത്ത് പോയി ചോദിക്കണം എന്നുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഇല്ല പോയില്ല. ബട്ട് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ടു നോ ഇനി ഔട്ട്ലാൻഡർ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് us know എന്താണ് സംഭവം, എന്താണ് നിങ്ങളുടെ വണ്ടിക്ക് ഇത്ര വില എന്ന് പറഞ്ഞത്. അതെ, അല്ല ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും വില വെക്കുന്നത്, അസോസിയേഷനിലുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞു എന്താണ് അതിന്റെ ഒരു ലോജിക്ക് എന്നുള്ളത്. വി വുഡ് ലവ് ടു നോ. അതുപോലെ തന്നെ ഔട്ട്ലാൻഡറിന്റെ പറഞ്ഞപ്പോഴാണ് Mitsubishi Montero. ഓ ദ ഫേസ് ലിഫ്റ്റ് കാർ. അയ്യോ 2008 ശേഷമുള്ള അത് ഭയങ്കര വിലയാണ്. ഭയങ്കര വില മാത്രമല്ല, അതെല്ലാം മറ്റേ 1 കോടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നിട്ടും അതിന് ഭയങ്കര വിലയാണ്. 11-12 ലക്ഷത്തേക്ക് താഴെ പോയിട്ടില്ലെന്നുണ്ട്. നിപ്പുണ്ട്. ഈ പറഞ്ഞ 11 ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 1.7 to 2 lakh കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ Mitsubishi തന്നെ ഇപ്പൊ നമ്മള് ഇതിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫോർച്യൂണറിന്റെ കാര്യം പറഞ്ഞില്ലേ, വില കുറയാണ്ടിരിക്കാൻ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ Mitsubishi സാധനം അവസാനം 20 ലക്ഷത്തിന് കൊണ്ട് ലോഞ്ച് ചെയ്തു. അത് ഭയങ്കര ഒരു സംഭവമായി പോയി. ആദ്യം 35 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് റീലോഞ്ച് ചെയ്തപ്പോ 70 സംതിങ്. അതെ, പക്ഷെ അത് സമ്മതിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം 35 രൂപയ്ക്ക് വണ്ടി ഇറക്കി, എന്നിട്ട് പിന്നെ ഒരു 1-2 വർഷം ഈ വണ്ടി ഇറക്കിയില്ല. അപ്പൊ എല്ലാരും മറന്നു, മാച്ചുകളഞ്ഞു. എല്ലാരും മാച്ചുകളഞ്ഞ പോട്ടു 75 ലക്ഷം രൂപ. Come on, how can you do that? അല്ലേ, സെയിം കാർ ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ്. 5 കൊല്ലം കഴിഞ്ഞിട്ട്. That's insane. Outdated ആയപ്പോ മറ്റേ വില കൂടുന്നതിന്റെ ക്ലാസിക് കാർ തിയറിയാണ് അവര് അപ്ലൈ ചെയ്തത്. ബട്ട് അതൊരു ഭയങ്കര ക്രേസി മൂവ്. പിന്നെ വേറെ എക്വിപ്മെന്റ് ഒന്നും മാറിയൊന്നുമില്ല, എഞ്ചിൻ മാറിയില്ല, ഒന്നുമില്ല പ്രത്യേകിച്ച്, അതേ സാധനം തന്നെ. ചുമ്മാ ലാമിനെ കൂട്ടി പോയത്. പക്ഷെ അതിന് അടുത്തൊരു കാര്യമുണ്ട് കേട്ടോ, ഇറ്റ്സ് എ സൂപ്പർ കാർ. വണ്ടി സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഓടിക്കാനാണെങ്കിലും ഇരുന്ന് പോകാനാണെങ്കിലും എല്ലാത്തിനും. പക്ഷെ എനിക്ക് അത് ഇഷ്ടം, ഒരു ട്രക്കാണത്, ഒരു ലോറി ഫീലാണ്. ഐ ലൈക്ക് ദാറ്റ്. ആ DID മോട്ടർ കുറച്ച്. പക്ഷെ എനിക്ക് 35 ലക്ഷത്തിന് ഇഷ്ടമല്ലായിരുന്നു. അല്ല, 35 ലക്ഷത്തിനൊന്നും വെച്ചാൽ ഇഷ്ടമല്ല, അത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് എനിക്ക് അതിന്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ ഒരു ഓനസും എല്ലാം. ഐ ലൈക്ക് ഇറ്റ്. നല്ല റൈഡാണ്. ഇറ്റ്സ് എ ഗുഡ് കാർ ദാറ്റ് വേ. നമുക്ക് ഇത്തിരി കൂടി വെൽ പ്രൈസ്ഡ് ആയിട്ടുള്ള വണ്ടികളിലേക്ക് വരാം. ഓക്കെ. ഹോണ്ട ജാസ് ഫസ്റ്റ് ജെൻ. അത് മറ്റേ എന്താ പറയാ, മറ്റേ ഏതാണ്ട് നല്ല കമ്പനിയുടെ സ്റ്റോക്കൊക്കെ വാങ്ങിച്ച പോലെയാണ്. അതാരും വില കുറയ്ക്കുന്നില്ല. ബട്ട് വൈ? ഇനി എനിക്കും മറ്റേ സെക്കൻഡ് ജെൻ ജാസും ഇതും ഏതാണ്ട് ഒരേ പ്രൈസിലേക്ക് എത്തണം, അത്രയും വരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ എന്നാ ഫസ്റ്റ് ജെൻ ജാസ് നമ്മൾ ഈ പറയുന്ന ഒടുക്കത്തെ വില ചോദിക്കുന്ന വണ്ടി അങ്ങനെ ഷോറൂം മിനിറ്റൊന്നും അല്ല താനും. ഹെഡ്ലൈറ്റ് ഒക്കെ മങ്ങി, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരു വണ്ടിയായിരുന്നു. അതിന് വലിയ ലോക്കലൈസേഷൻ ഉണ്ടായിരുന്നില്ല അന്ന്, പാർട്സ് ഒക്കെ എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് കിട്ടാനും കൂടി ഉണ്ടാവില്ല, ഉറപ്പായിട്ടും കിട്ടൂല. കാര്യം മറ്റേ സിറ്റിക്ക് കിട്ടാനില്ല, അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ജാസിന്. ബട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുവരെ മനസ്സിലായിട്ടില്ല അതിന്റെ ലോജിക് എന്താണ്. വൈ ഇസ് ഇറ്റ് സോ എക്സ്പെൻസീവ്? പീപ്പിൾ ആർ സ്റ്റിൽ ആസ്കിങ് സ്റ്റുപ്പിഡ് പ്രൈസസ് ഫോർ ദാറ്റ്. ബട്ട് അതങ്ങനെ. വേറെ ഏതാണ് വില ഹോൾഡ് ചെയ്യണ വണ്ടി? ഓൾ മാരുതി. അത് നമുക്ക് സർപ്രൈസ് ഒന്നുമില്ല. കാര്യം മാരുതി പ്രൈസ് ഹോൾഡ് ചെയ്യുന്നത് ഒരു നോർമൽ ഫിനോമിനൻ ആണ്. പ്രൈസ് ഹോൾഡ് ചെയ്യാത്ത മാരുതിയെ പറ്റി നമുക്ക് വേണേൽ പറയാം. WRV ഒരു യൂസ്ഡ് മാർക്കറ്റ് ഹോട്ട് ഫേവറേറ്റ് ആണ്. നമ്മൾക്ക് ഒട്ടും വിചാരിക്കില്ല അത്രയും പ്രൈസ് ഉണ്ട് ആ വണ്ടിക്ക് എന്നുള്ളത്. ജാസ് പ്ലാറ്റ്ഫോം എടുത്തിട്ട് അവര് WRV എന്ന് പറഞ്ഞിട്ട് സാധനം ചെയ്തപ്പോ അതിന് ഇത്രയും വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ബ്രിയോ പ്ലാറ്റ്ഫോം എടുത്തിട്ട് മൊബീലിയോ ഉണ്ടാക്കിയപ്പോ മറ്റേ കുന്നിന്ന് തള്ളി താഴേട്ട പോലെ അതിനും BRVക്കും വലിയ വാല്യൂ ഇല്ല. BRVക്കും വാല്യൂ ഇല്ല. കാരണം നമുക്ക് മേടിക്കുമ്പോ ഹോണ്ടയില് നോക്കുകയാണെങ്കിൽ ഒരു യൂസ്ഡ് BRV ഈ പറഞ്ഞ WRVനേലും വില കുറഞ്ഞു കിട്ടും. സിമിലർ ഓട്ടോമാറ്റിക്കും കിട്ടും, 1.5 എഞ്ചിൻ കിട്ടും. അതെ, 1.5 ഡീസൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിനേലും ബെറ്റർ ബിഗർ വണ്ടി നമുക്ക് കിട്ടും. പക്ഷെ അത് ആൾക്കാരുടെ മനസ്സിലാകണം. ഒന്നാമത് വാനാണ്. What is that? അയ്യോ ജെൻവൺ ജാസ്. അയ്യോ ഉണ്ണി നീ എന്താ ഇവിടെ? വിശ്വസിക്കില്ല, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു. അതെ, ഫ്രണ്ടില് WRV അത് കണ്ടപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് നമ്മളത് ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല അത്. ബട്ട് വി ഹാവ് ഇറ്റ് റൈറ്റ് ഹിയർ. അപ്പോൾ എന്തായാലും അതങ്ങനെ ഹോണ്ടയുടെ കഥകൾ. പക്ഷെ എനിക്ക് ജെൻ 1 ജാസ് ഇല്ലേ, എനിക്ക് ആക്ച്വലി ജെൻ 2 ജാസ് ഐ ഫൗണ്ട് ഇറ്റ് ടു ബി വെരി പോയിന്റ്ലെസ്. മാജിക് സീറ്റ്സ് പോയി, ആൻഡ് വേറൊന്നും ആഡ് ആയതൊന്നുമില്ല ഇതിന്. ആ ക്വാക്കി ഒരു മോണോവോളിയം ലുക്സ് ഉണ്ട്. 10 കപ്പ് ഹോൾഡർ ഉണ്ട്. ആ ശരി, ലിറ്ററലി 10 കപ്പ് ഹോൾഡർ ഉണ്ടല്ലേ.
ആ പിന്നെ കുറെ ക്വക്കി ഇറ്റ്സ് എ ക്വക്കി കാർ. അപ്പോൾ അതാണ് ജാസും WRVയും ഹോണ്ടയുടെയും കഥ. വേറെ ഹോണ്ടയ്ക്ക് പിന്നെ അങ്ങനെ ഭയങ്കര റീസെയിലുള്ള വല്ല സെക്കൻഡ് ജൻ അമേസ് ആണല്ലേ. ബട്ട് ദാറ്റ്സ് സ്റ്റിൽ എ ന്യൂവർ കാർ. പക്ഷെ എന്നാലും അതിന് ആൾക്കാർ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട് ആണല്ലേ. കാരണം സിറ്റി ഞാൻ പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ സിറ്റി മോഡൽ ഡിപ്രീസിയേഷനിലും ഓക്കെ ഒബ്വിയസ്ലി സെക്കൻഡ് താഴെയുള്ള സെഗ്മെന്റ് ആയതുകൊണ്ട് കുറയും. പക്ഷെ ഇത് എന്നാലും ആ റേറ്റ് ഓഫ് ഡ്രോപ്പ് ഇല്ലേ അമേസിന് ഭയങ്കര കുറവാണ്. സോ ഇറ്റ്സ് ഹോൾഡിംഗ് ഇറ്റ്സ് വാല്യൂ ബെറ്റർ. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു റീസണബിൾ ബഡ്ജറ്റിൽ ഒരാൾക്ക് മേടിക്കുകയാണെങ്കിൽ 4th ജെൻ സിറ്റി ഏതാണ്ട് അമേസ് പ്രൈസിന് അടുത്ത് കിട്ടും. And that is saying something in the generation. Oh, that is saying something, yeah. കാരണം അന്ന് എത്ര പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആലോചിക്കുമ്പോൾ ആ ഗ്യാപ്പ് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. അതെ, ട്രൂ. അഗൈൻ നമ്മൾ പറഞ്ഞ മറ്റേ ലോജിക്ക് 1.2 എഞ്ചിൻ വേണോ 1.5 ബെറ്റർ എഞ്ചിൻ ഓട്ടോമാറ്റിക് എല്ലാം കിട്ടുന്നു എന്നുള്ള ആലോചിക്കുമ്പോൾ അതെ ഐ തിങ്ക് സിറ്റീസ് മേക്ക് സെൻസ്. വേറെ സിറ്റിയും ആലോചിക്കണം. സിറ്റി അങ്ങനെ വില കുറയുന്ന ഒരു വണ്ടിയല്ല. സിറ്റിക്ക് അത്യാവശ്യം സിറ്റി റീസെയിൽ ഉള്ള വണ്ടിയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. ക്രേസി. പിന്നെ വാട്ട് എൽസ്, ഒരു ഓഡ് ബോൾ കാർ ഞാൻ പറയട്ടെ. അത്യാവശ്യം ഞാൻ വിചാരിച്ചേക്കാളും മാർക്കറ്റ് ഹോൾഡ് ചെയ്തൊരു വണ്ടി, ടാറ്റ സെസ്റ്റ് AMT. ഓക്കെ, നീ എങ്ങനെ ആലോചിച്ചു അങ്ങനെ വണ്ടി? എന്റെ മനസ്സിൽ പോലും ഇല്ല. ടാറ്റ സെസ്റ്റ് AMT ബോട്ടിന്റെ മറ്റേ കോമ്പാക്ട്. അതെ, ടാറ്റ സെസ്റ്റ് AMT അത്യാവശ്യം റീസെയിൽ ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ. നല്ല വണ്ടിയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് ഇറ്റ്സ് വെരി കംഫി, ഇറ്റ്സ് റിയലി നൈസ്. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തിയറിയിൽ ക്യാബുകാർ മേടിക്കുന്ന വണ്ടികൾ നല്ല വണ്ടികളാണ്. ഓക്കെ, എല്ലാ ക്യാബുകാരും അതോ അൺഇൻഫോംഡ് ക്യാബുകാർ? മേ ബി നോട്ട്. ഷവറിൽ എൻജോയ് മേടിക്കണവരുടെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാണ്ട് ഞാൻ പറഞ്ഞത് സാധാരണ ഒരു കാർ മേടിക്കുമ്പോൾ കുറെ ടാക്സിക്കാർ മേടിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ അതിന് എന്തോ ഒരു സെൻസ് ഓഫ് ഒരു റിലയബിലിറ്റി ഉണ്ട്. ഇറ്റ്സ് ഐദർ റിലയബിൾ ഓർ റിപ്പയറബിൾ, ഐദർ ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അത്യാവശ്യം കംഫി കാറാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിലൊക്കെ ഒരുപാട് ഊബറിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം AMT വന്ന ഡീസൽ വണ്ടിയും അതാണല്ലോ. അപ്പോൾ അന്ന് അങ്ങനെ ഞാനൊരു സമയത്ത് ഫിഗോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് ജസ്റ്റ്. പിന്നെ വേറൊരു വണ്ടിയുണ്ട്, സാന്റാഫെ. രണ്ട് ജനറേഷനും അതിന് രണ്ടിനും വാല്യൂ ഉണ്ട്. അതാ ആദ്യത്തെ ജെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ദാറ്റ് അതിന് അങ്ങനെ വാല്യൂ ഹോൾഡ് ചെയ്യുന്നുള്ളത്. ബട്ട് ഇറ്റ് സീംസ് ടു ബി ഹോൾഡിംഗ് വാല്യൂ ക്വൈറ്റ് ഫൈൻ അല്ലേ? അതെ, അതിന് ഏതാണ്ട് 10 ലക്ഷം 11 ലക്ഷം ഒക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ഓടിയ വണ്ടികളാണ് താനും. സെക്കൻഡ് മറ്റേ നല്ല ഷേപ്പുള്ള ഫ്ലൂയിഡിക് ആയിട്ടുള്ള വണ്ടി അതിന് നല്ല വിലയുണ്ട്. 20 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ബ്രാൻഡ് ന്യൂ ക്രെറ്റ പ്രൈസ് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അതെ, ദാറ്റ്സ് സർപ്രൈസിങ്. അതേപോലെ വേറൊരു വണ്ടി ഞാൻ വിചാരിച്ച അത്ര ഡിപ്രീഷിയേറ്റ് ചെയ്യാഞ്ഞ ഒരു സാധനം, ടാറ്റ സെനോൺ XT. ശരിയാണല്ലേ, ഇതിന് 4-5 ലക്ഷം രൂപ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. എസ്പെഷ്യലി ദ ഒറിജിനൽ 2.2 ones. വിചാരിച്ച അത്ര ചീപ്പായാലും ഞാൻ വിചാരിച്ചു. കാരണം ആ സമയത്തുള്ള അതേ എഞ്ചിനുള്ള സഫാരിക്ക് വിലയില്ല, സുമോ ഗ്രാൻഡേക്ക് വിലയില്ല. അതൊക്കെ പോയി. അത് ചോദിക്കുമ്പോൾ ഇത് ബോഡി സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത് കോമഡി എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ട് പുതിയത് എല്ലാവർക്കും വേണമായിരുന്നു, ഇത് പുതിയതായിരിക്കും വേണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാൻഡ് ഇപ്പൊ എല്ലാവർക്കും വേണം. എല്ലാവർക്കും വേണം എന്നല്ല, ബട്ട് വേണ്ടവർക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു വണ്ടി അത്. അപ്പൊ അതാണ് ടാറ്റ സെനോൺ XT. മറ്റേ സെനോൺ കുറെ ഉണ്ട് കേട്ടോ. ഇത് പാതി സെനോണും ആക്ച്വലി മറ്റേ കമേഴ്ഷ്യൽ വണ്ടി വൈറ്റ് പ്ലേറ്റിൽ ഓർഡറാണ്. അത് നമ്മൾ കൂട്ടണില്ല. സെനോൺ XT 4x4 2.2 ലിറ്റർ വണ്ടികൾ മാത്രമേ പറയുന്നുള്ളൂ നമ്മള്. അതുപോലെ വില കയറിയ വേറൊരു വണ്ടിയാണ് ഇസുസു D-Max V-Cross. ഒറിജിനലി വില കുറവായിരുന്നു, പിന്നീട് അവര് വില കൂട്ടിയപ്പോ അതിന്റെ കൂട്ടത്തിൽ. പിന്നെ വേറെ കാര്യമുണ്ട്, BS6 വണ്ടി കുറെ കാലം വന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഡീലർമാര് തന്നെ യൂസ്ഡ് വണ്ടികൾ വിൽക്കുമായിരുന്നു. അപ്പോ അങ്ങനെയാണ് അതിന് വില കയറി നിന്നത്. പഴയ താർ വില കുറയാത്ത വേറൊരു വണ്ടി ഞാൻ വിചാരിച്ചപ്പോ ഇതിന് വില കുറയുമായിരിക്കും, വില കുറഞ്ഞില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓട്ട് ബോൾസ് പറഞ്ഞപ്പോഴാണ് ക്വാണ്ടോ ആൻഡ് അതിന്റെ പുതിയ ന്യൂവോ സ്പോർട്ട് മഹീന്ദ്രയുടെ രണ്ടിനും വാല്യൂ ഉണ്ട്. ന്യൂവോ സ്പോർട്ട് ഞാൻ നോക്കി, OLX കേരളത്തില് ഒരെണ്ണമുണ്ട്. പിന്നെ എല്ലാവരും 5 ലക്ഷം ഒക്കെ ചോദിക്കണ്ടേ ഇപ്പോഴും.
അതിന് പുതിയ അത്ര കണ്ടല്ലേ ഉണ്ടായിരുന്നില്ല, 6-8 ലക്ഷം രൂപ കണ്ടല്ലേ പുതിയതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ റെയർ കളക്റ്റബിൾ ആണല്ലോ. അടിപൊളി. ഇനി കുറച്ചാലൊക്കെ കഴിയുമ്പോൾ വിന്റേജ് എന്നും പറഞ്ഞിട്ടുള്ള ടാഗും കൂടെ വെച്ചിട്ട് അവിടെ OLX ൽ വരും. ഗുഡ് കണ്ടീഷൻ. അതെ, ഷിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വില കൂടുണ്ടാവും. ഗുഡ് കണ്ടീഷൻ, ഗുഡ് കണ്ടീഷൻ, ചിൽഡ് AC. ചിൽഡ് ആണ് ഏറ്റവും വലുത്. ചിൽഡ് AC അൾട്ടിമേറ്റ് ആണ്. പിന്നെ മറ്റേ സാധനം കം സി ആൻഡ് ബൈ, കം സി ആൻഡ് BY അല്ലേ? BY ആണ് ഉദ്ദേശിച്ചത്. ശരിക്കും ആ യൂസ് കാർ ഡീലർമാർ അത് കേരളത്തിൽ പിന്നെയും ഭേദമാണ്, പുറത്തുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഒരു രക്ഷയില്ലാത്തത്. ഒരു രക്ഷയില്ല. ഗുഡ് കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിയില്ലേ, KANTISHAN, ഗുഡ് കണ്ടീഷൻ. അപ്പൊ അത് അവർക്കാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോ ഞാൻ വെറുതെ OLX കുറെ സാധനങ്ങൾ മിണ്ടാറുണ്ട്. ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഒരു വണ്ടിയുടെ വിലയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഞ്ചിൻ 1.6 ആണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ എന്നെ ബ്ലോക്ക് ചെയ്ത്, ആ വിലക്ക് ഞാൻ തരൂല. ഞാൻ ചോദിച്ചു 1.6 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഐ കാൻ സെൽ യു അറ്റ് ദിസ് പ്രൈസ്, ഗോ കഴിഞ്ഞ്. നീ എസ്ക്രോസ് കിടക്കുമായിരുന്നോടാ? അല്ല, എനിക്ക് ഫോൺ അയക്കും, അത് വണ്ടി പറയണ്ട. പക്ഷെ അവിടെയാണ് നമ്മുടെ ഇവിടുത്തെ യൂസ് കാർ ഡീലർമാര് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന കുറെ പദങ്ങളുണ്ട്. ഡോക്ടർ ഓണ്ട് ആണ് ഏറ്റവും വലിയ. ഡോക്ടർമാര് ശരിക്കും വണ്ടികൾ അങ്ങനെ സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ ഞാൻ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എല്ലാവരെയും വിളിച്ചു ചോദിച്ചപ്പോൾ ഒരുത്തൻ ഒരു ന്യൂറോ സർജൻ ആണ്, നല്ല ഡോക്ടറാണ്. ഞാൻ പുള്ളിനെ അങ്ങനെ വിളിച്ചു ചോദിച്ചു, പുള്ളിയുടെ അടുത്ത് പോയി ഡോക്ടർമാർക്ക് എന്താ, അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ക്യാബിൻ ഫിൽറ്റർ മാറാൻ അറിയോ? ഇല്ല. ക്യാബിൻ ഫിൽറ്റർ ബേസിക് സാധനം, അങ്ങനത്തെ സാധനങ്ങൾ പോലും അറിഞ്ഞൂടാ. അതിന് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? ഡോക്ടർമാരോടല്ല ഞാൻ പറയണത്, നോ ഒഫൻസ് ടു ഡോക്ടേഴ്സ്, എല്ലാവരും നല്ല ഡോക്ടർമാരെ നമുക്ക് ആവശ്യമുള്ള സമയമാണ്. ബട്ട് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഞാൻ ഡോക്ടർ ഓണ്ട് എന്നുള്ളത് മാത്രമല്ല, ഞാനിപ്പോ പല സാധനം കാണാറുണ്ട്. ഇപ്പൊ ഡോക്ടർ ഓണ്ട് ഇസ് വൺ തിങ്, അപ്പുറത്തെ സൈഡിൽ പറയും പാർസി ഓണ്ട്. പാഴ്സിയോണ്ട്. ഓ, എനിക്ക് എത്ര പാഴ്സികൾ അറിയാന്നറിയാം. അയ്യോ, അത് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ എന്ന് പറയുമ്പോ നമ്മള് ഓക്കെ, പണ്ട് ഞാൻ പറയാം 90s ഞാൻ ഓട്ടോ ഇന്ത്യയുടെ ബാക്കില് ഇത് വായിക്കുന്ന കാലത്ത് പാസി ഉണ്ടെന്ന് കാണുമായിരുന്നു. അപ്പൊ അന്ന് പാർസി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60-70 ഇയർ ഓൾഡ് മാൻ, ഒരു ജെന്റിൽമാൻ, അയാളെ ആ വണ്ടീനെ മേടിച്ച് അന്നോട്ട് സ്നേഹിച്ച് തലോടി വീട്ടില് സൂക്ഷിച്ച് മോളെ പോലെ വളർത്തി അങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതാണ് നമ്മുടെ മനസ്സിൽ പാർസി ഉണ്ട്. ഇപ്പോ അവന്റെ മോനാണ് മറ്റേ ഹോണ്ട സിറ്റിയിൽ വലിയ വീല് വിട്ട് ചവിട്ടി പൊളിച്ച് മറ്റേ ആഴ്ചക്ക് 4 വണ്ടി മാറ്റി. നോട്ട് ജനറലൈസിങ്, ബട്ട് അങ്ങനെയാണ്. ഒരുപാട് പാർസികൾ നമുക്ക് അറിയാം, അതാണ് കാര്യം. അതെ, പാർശ്വത്തിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും അറിയാം. ബട്ട് അപ്പൊ അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിനെ മാത്രം പറഞ്ഞിട്ട് അവരുടെ വണ്ടി സൂപ്പറാണ്. There is nothing like that. ലേഡി ഡ്രിവൺ, അത് ലെറ്റ്സ് നോട്ട് ഗോ ദേർ. അപ്പോ നമ്മൾ പറയണത്, നമ്മളിതിൽ ആരെയും കാറ്റഗറൈസ് ചെയ്യില്ല. നമ്മൾ പറയണത് ഇങ്ങനത്തെ ഓരോ പദങ്ങൾ യൂസ് ചെയ്ത് വണ്ടി വിൽക്കാൻ നോക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ബിക്കോസ് ഓൾ ഓഫ് ദിസ് മീൻസ് നത്തിങ്. നല്ല വണ്ടി നോക്കി മേടിക്കുക. അത് ഡോക്ടറുടെ ആണോ ലേഡിയുടെ ആണോ പാർസിയുടെ ആണോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. വണ്ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി ഓഫ് ദിസ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഒരു ജോലിയുള്ള ഒരാൾ വണ്ടി അത്ര സ്നേഹിച്ച് പുള്ളിക്ക് കിട്ടണ ഓരോ പൈസയും സേവ് ചെയ്ത് കണ്ടെത്താം നമ്മൾ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഏതാണ്ട് വണ്ടികളുണ്ടല്ലോ, ഒരു വണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് അബ്സല്യൂട്ട്ലി. അപ്പോ അങ്ങനത്തെ ഒരു വണ്ടി മേടിക്കുമ്പോൾ അതിന്റെ വ്യത്യാസമുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരാൾക്ക് ഭയങ്കര റോറിംഗ് പ്രാക്ടീസ് ഉണ്ടാവും, പക്ഷെ വണ്ടി തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ എനിത്തിങ്. നമ്മൾ യൂസ്ഡ് വണ്ടി മേടിക്കുമ്പോൾ പോയി നോക്കി ആ കാറിനെ ജഡ്ജ് ചെയ്ത് മേടിക്കുക, അല്ലാണ്ട് ഓണറിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നൺ ഓഫ് ദീസ് മാറ്റേഴ്സ്. വണ്ടി നോക്കി മേടിക്കുക, നല്ല വണ്ടി, നല്ല കെയർഡ് ഫോർ ആയിട്ടുള്ള വണ്ടിക്ക് കുറച്ച് പ്രീമിയം കൊടുത്ത് മേടിക്കുക, എപ്പോഴും അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ജസ്റ്റ് സം റാൻഡം തോട്ട്സ് ഓൺ OLX ഫൈൻസ് ആൻഡ് some interesting. OLX നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അല്ലേ ശരിക്കും? ആക്ച്വലി നമ്മൾ എന്തോ OLXനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒരു വീഡിയോ പഴയ വണ്ടീനെ കുറിച്ച് ഇറക്കി എല്ലാവരും പോയി OLX ഇത്രയും ട്രാഫിക് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് തോട്ട്സ് ഓൺ സം ഇൻട്രസ്റ്റിംഗ് കാർസ് ദാറ്റ് യു യൂഷ്വലി ഫൈൻഡ് ഓൺ OLX ഫോർ വെരി സർപ്രൈസിങ് പ്രൈസസ്, ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഇതേപോലെ നിങ്ങൾ നോക്കുന്ന ഓട്ട് ബോൾ വണ്ടികളിലും എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ, അതേപോലെ വണ്ടിയും പ്രൈസും തമ്മിലൊരു ബന്ധവും ഇല്ലാണ്ട് ഒരു ജനറൽ ട്രെൻഡ് ഉള്ള വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഡു ലെറ്റ് us know. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സെക്ഷൻ റീവിസിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈ എപ്പിസോഡ് നമുക്കിവിടെ റാപ്പപ്പ് ചെയ്യാം. എന്തായാലും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ബൈ ബൈ.